ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. ഇന്ന് എന്താ പണി? നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡൊക്കെ ഞാൻ കിടക്കാനാകുമ്പോൾ കഴിക്കാം. ഇന്ന് കുറച്ച് പണിയുണ്ട്. മാങ്ങ മുറിക്കണ പണിയാണ്. അച്ചാർ പരിപാടി ഉണ്ട്. അപ്പം അതിന് വേണ്ടി മാങ്ങ മുറിക്കട്ടാ. അപ്പം ഇന്ന് എന്താ സംസാരം എന്ന് വെച്ചാൽ, ഒരാളിനോട് വെച്ചേ ഈ വീഡിയോ ചെയ്യുമ്പോൾ ലിഫ്റ്റിക്ക് ഇടണ്ടെന്ന് വെച്ചിട്ടുണ്ടോ, ലിഫ്റ്റിക്ക് ചുണ്ട് ചുവപ്പിക്കണ്ടോ എന്ന് ചോദിച്ചിട്ടാ. അപ്പം ഞാൻ പറഞ്ഞ് ആ പരിപാടി ഇല്ല, ചുണ്ട് ചുവപ്പിക്കണ പരിപാടിയൊന്നുമില്ല, അതെനിക്കിഷ്ടമല്ല. മാത്രമല്ല ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്തൊന്നും ലിഫ്റ്റിക്ക് ഇടാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. വേറെ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, മുഖത്ത് റോസ് പൗഡർ ഇടുക, അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഐഷാഡോ എന്തുട്ടോ അങ്ങനെയുള്ള കണ്ണെഴുതുക, അങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ ചെയ്യുക. ലിഫ്റ്റിക്ക് ഇടാൻ സമ്മതിക്കില്ല. ഈ ചുണ്ടുമ്പോൾ ചായം തേച്ചിട്ടുള്ള പരിപാടി കണ്ട അതെന്താ വെച്ചിട്ടുണ്ടാ അങ്ങനെ പറയുന്നത്. ചുണ്ടുമ്പോൾ നമ്മൾ ലിഫ്റ്റിക്ക് തേച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ ഒരു മാസമൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തേക്കാതിരിക്കാൻ പറ്റില്ല, തേക്കാണ്ട് പുറത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ ലിഫ്റ്റിക്ക് ഇടാതെ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇടാതെ ഇരുന്ന മോന്ത എങ്ങനെ ഉണ്ടാവുന്നവരെ ഈ കരിഞ്ഞ കുട്ടിക്കാലം പോലെ ഉണ്ടാവും, കരിഞ്ഞ കുട്ടിക്കാലത്തിൻ്റെ മൂട് പോലെ ഉണ്ടാവും നമ്മുടെ മോന്ത, അതേപോലെ ഉണ്ടാവും. അത് പിന്നെ എന്താ പറയുക, അങ്ങനെ ലിഫ്റ്റിക്ക് ഇട്ടാൽ അതാണ്. പിന്നെ നമ്മളിപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഒന്നും ലിഫ്റ്റിക്ക് ഇടില്ല അല്ലേ, നമ്മൾ ചുണ്ട് വെപ്പിച്ചൊന്നും വീട്ടിൽ നിൽക്കില്ല. നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മളെന്നെ കണ്ട ഒരാൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളെന്നെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാവില്ല. എന്താ വെച്ചാൽ ഈ മോന്ത നമ്മളിത് ലിഫ്റ്റിക്ക് ഇട്ട് ചോപ്പിച്ചിട്ടല്ല നമ്മളെന്നെ അവർ കാണുന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ലിഫ്റ്റിക്കൊന്നും ഇടില്ലല്ലോ. അപ്പോൾ എനിക്കങ്ങനെ തോന്നുകയാണ്, ഇത് ലിഫ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ആയി കഴിഞ്ഞാൽ ചുണ്ടിനൊക്കെ വേറൊരു കളർ വരും. നമ്മൾ ഒറിജിനൽ കളറ് പോയിട്ട് വേറൊരു കളറാവും. അപ്പോൾ അത് ലിഫ്റ്റിക്ക് തേച്ചാൽ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴും നോക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് തേച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മളതിനെ ലിഫ്റ്റിക്കൊക്കെ ഇട്ടിട്ട് കണ്ടുകഴിഞ്ഞ ഒരാൾ കാണുമ്പോൾ നമ്മളെ മുഖം കാണുമ്പോൾ ആൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാമെന്ന്, എന്ത് കരിഞ്ഞ കുട്ടിക്കാലത്തിൻ്റെ മൂട് പോലെ ഉണ്ടാവും മുഖം. അപ്പോൾ അത് കാരണം ഞാൻ ലിഫ്റ്റിക്കൊന്നും തേക്കില്ല. പിന്നെ എൻ്റെ കുട്ടികളുടെ അടുത്തും ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ചുണ്ടുമ്പോൾ ചായം തേച്ചിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട. വേറെ എന്തെങ്കിലുമൊക്കെ കണ്ണെഴുത്, വിരിയെഴുത്, അല്ലെങ്കിൽ പുരികം ത്രെഡ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളല്ലോ, റോസ് പൗഡർ ഇടുക, ചായ, അങ്ങനെ മേക്കപ്പ് സെറ്റിൽ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ചെയ്തോളെ. ചുണ്ടുമ്പോൾ ചായം തേച്ചുള്ള പരിപാടി പറ്റില്ല. അവനവൻ്റെ എല്ലാ വൃത്തി അങ്ങോട്ട് പോകും ഈ സംഭവം തേച്ച് ശീലമായാൽ. അപ്പോൾ അതിന് സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അത് ഒരാളങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും, ഇനിയിപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിലും, ഞാൻ ചുണ്ട് ചോപ്പിച്ചിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നാൽ ഇത് തീർന്നോട്ടെ വെച്ചിട്ട് പറഞ്ഞതാട്ടോ. എന്നാൽ ഇന്നത്തെ സംസാര വിഷയമാവുന്നല്ല, ഇന്നിപ്പോൾ ഒരറിയിപ്പുണ്ട് കേട്ടോ. പെൻഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഈ മാസം. പെൻഷൻ പാസ്സായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ പെൻഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താ 60 വയസ്സായവർക്ക് കട്ടിലുണ്ട്, കൂടെ പുതപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുതപ്പൊന്നും ആർക്കും കിട്ടിയതായിട്ട് അറിഞ്ഞില്ല. കട്ടിലൊക്കെ ഓരോരുത്തർക്ക് കിട്ടുന്നുണ്ട്. കട്ടിലുണ്ട്, പുതപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ കട്ടിലൊക്കെ കിട്ടുന്നുണ്ട്, പുതപ്പിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ആരും. പിന്നെ സ്കൂളിൽ നിന്ന് എന്താ 4 കിലോ അരി ഉണ്ട്, ഒരു കുട്ടിക്ക് 4 കിലോ അരി ഉണ്ട്. പിന്നെ എന്താ 600 രൂപ യൂണിഫോമിനുണ്ട് എന്നൊക്കെ ഉള്ള അറിയിപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ സ്കൂൾ യൂണിഫോമിൻ്റെ ആ പൈസ ഒക്കെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. അതൊക്കെ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ വരാതെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഒക്കെ നീക്കിയിട്ട് അതൊക്കെ വാങ്ങിച്ചോളേട്ടാ. പിന്നെ കുട്ടികൾക്ക് 4 കിലോ അരി ഉണ്ട്, ഒരു കുട്ടിക്ക് 4 കിലോ അരി ഉണ്ട്. വിഷുവിനുള്ള സഹായമാവും ഗവൺമെൻറ്റിൻ്റെ. അതിപ്പോൾ വിഷുവിന് സ്കൂൾ പൂട്ടെല്ലാം ഉണ്ടാവുക. അപ്പോൾ ഈ
മാർച്ചിൽ പൂട്ടിനോട് കൂടി അത് കൊടുക്കുന്നുണ്ട് എന്നാട്ടാ അറിഞ്ഞത്. അപ്പോൾ അത് മേടിച്ചോളി. പിന്നെ പെൻഷൻ ഉണ്ട്. പെൻഷൻ 1 മാസത്തെ പെൻഷനുള്ളൂ എന്നാണ് കേട്ടത്. അപ്പോൾ അതുണ്ടാവും നമുക്ക് പെരുന്നാളായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ആയിട്ട്. പിന്നെ വിഷുവിന് വേറെ ഉണ്ടാവും, അടുത്ത മാസത്തെ ഏപ്രിൽ മാസത്തെ പൈസ ചിലപ്പോൾ വിഷുവിൻ്റെ മുന്നായിട്ട് വിഷുവിന് തരുന്നുണ്ടാവുമായിരിക്കും. അതിനെ പറ്റിയൊന്നും അറിയാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ കട്ടിലിന് എഴുതി കൊടുക്കാത്തവരൊക്കെ കട്ടിലിന് എഴുതി കൊടുത്തിട്ട് വാങ്ങിക്കോളി. 60 വയസ്സായവർ. കുട്ടികളുടെ അരി കളയണ്ട, അത് വാങ്ങിച്ചോളി. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ നോക്കുക. നോമ്പൊക്കെ കഴിയാനായി തുടങ്ങിയില്ലേ. അപ്പോൾ ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു.